തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയതുറ വാർഡിലാണ്. നമുക്ക് സ്ഥാനാർത്ഥിയോട് എന്ന് ചോദിക്കാൻ കാര്യങ്ങൾ. LDF സ്ഥാനാർത്ഥിയാണല്ലോ. പേര് പറയൂ. ഐറിൻ എന്ന് മാത്രമേ ഉള്ളൂ. ഐറിൻ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. നോമിനേഷനിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഉദ്ദേശിക്കുന്നത് എവിടെ പഠിപ്പിക്കുന്നതാണോ? ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അണ്ണയുടെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലം വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡ്രീം പ്രോജക്റ്റ് ടീച്ചറിന് കാണും. കഴിഞ്ഞ 5 വർഷക്കാലം ഞാനിപ്പോ ഇവിടുത്തെ കൗൺസിലറാണ്. എന്നിട്ട് ഇപ്പൊ ഇലക്ഷനെ ഫേസ് ചെയ്യാണ്. നിലവിൽ കൗൺസിലറാണ്. ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, എന്റെ ഡ്രീം എന്ന് പറയുന്നത്, ഇവിടെ വലിയൊരു പ്രോജക്റ്റുകൾ ജനങ്ങൾക്ക് കൊണ്ടുവയ്ക്കുന്നതിലല്ല താല്പര്യം. ജനങ്ങൾക്ക്, വളരെ പാവപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾക്ക് മാക്സിമം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. കോർപ്പറേഷനിൽ നിന്നായിരുന്നാലും ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുക. സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തപ്പെടാത്ത, ഫോണ് പോലും ഇന്ന് കൈവശമില്ലാത്ത, ഒരു കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അടുത്തൊരു ചോദ്യം, വേസ്റ്റ് മാനേജ്മെന്റിന് ഈ വാർഡിൽ തന്നെ നിങ്ങളുടെ ആൾക്കാരുടെ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇവിടെ നമുക്ക് ഡംപ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത്, നമുക്ക് വാർഡിൽ സ്ഥലമില്ല. സത്യം പറഞ്ഞ സ്ഥലമില്ല. ഇവിടെ ജനങ്ങൾ കൂടുതലും സ്ഥലം കുറവുള്ള ഒരു സ്ഥലമാണ്. അവനവൻ താമസിക്കുന്ന സ്ഥലം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. മറ്റെന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാകത്തുള്ളത്? പ്രോജക്റ്റുകൾ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു ആളുകളെ സഹായിക്കണം. അപ്പൊ ഞാനിപ്പോ ചോദിച്ചു വേസ്റ്റ് മാനേജ്മെന്റ്, അത് ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു ഡ്രീം പ്രോജക്റ്റ് നമ്മൾ കുട്ടികൾക്ക്, അതായത് നമുക്ക് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഠന കേന്ദ്രം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു പഠന കേന്ദ്രം വെച്ചുകൊണ്ട് വളരെയധികം താഴെക്കടയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെ വിദ്യാഭ്യാസത്തിലായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അങ്ങനെ വെക്കാം. പിന്നെ പഠിച്ച് ഡ്രോപ്പ് ഔട്ടായി നിൽക്കുന്ന കുട്ടികൾ, തുടർന്ന് പഠനമില്ല, പഠിച്ചാലും അവർക്ക് പോകാൻ താല്പര്യമില്ല, ഒരു ട്രെയിനിങ് ആയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സ് നടത്തുക. അങ്ങനെ സ്ഥാപനം ഇപ്പൊ കുറച്ച് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ IT ഫീൽഡിലോട്ട് വളരെ അഡ്വാൻസ് ആയിട്ട് നിൽക്കും. അപ്പൊ അത്തരം കോഴ്സുകൾ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഒരു പുതുതലമുറയെ പുതിയ രീതിയിൽ കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിലായാലും കായിക രംഗത്തും അല്ലേ? അതെ, കായികവും കലാപരമായിട്ട് വരുന്ന 5 വർഷക്കാലം വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് ഈ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് വികസനങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ വിജയാശംസകളും. Chipmunks are we, yippee, we live in the woods, a happy family. We sing and we dance and we play. So come along and join the fun every single day. Here we go! We are the chipmunks are we. We live in the woods, a happy family. We sing and we dance and we play. So come